സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ബാബു മലയിൽ വിട്ടുപിരിഞ്ഞത് ജൂലൈ 12-നാണ്. 12:41 ബാബു എന്നെ വിളിച്ചിരുന്നു ഫോണിൽ. അപ്പം ഞാൻ ബാബുവിനോട് ചോദിച്ചു, നീ ആശുപത്രി കിടക്കുന്ന സമയത്ത് ഞാൻ ഫോൺ വിളിച്ചിരുന്നത് എൻ്റെ എടുത്തില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഫോണിന് റേഞ്ച് ഇല്ലാണ്ടോ ആശുപത്രിക്കാർ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടോ എന്തോ കേൾക്കുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാറ്. ഞാനിത് അന്ന് വിളിച്ച് ബാബുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ ബാബു പറഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം രാത്രി 10-11 മണി കഴിയുമ്പോഴാണ് വീട്ടിലേക്ക് എത്തിയത്. അത് പറഞ്ഞു കഴിഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ടായി. പിന്നെ ഞാൻ ഫോണിൽ വിളിക്കുമ്പോൾ റിങ് ചെയ്തെങ്കിലും എടുക്കുന്നില്ലായിരുന്നു. ബാബു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഡോക്ടർ സതീഷ് പരമേശ്വരനെ വിളിച്ചപ്പോൾ സതീഷ് പരമേശ്വരൻ പറഞ്ഞു, ബാബുവിൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് അടിയന്തരമായിട്ട് ആശുപത്രിയിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞു. ബാബു മെഡിക്കൽ കോളേജിലെ വെന്റിലേഷനിലേക്ക് ആയിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ സതീഷ് പരമേശ്വരനോട് എന്നെ വിളിക്കുന്നതിന് മുമ്പ് ബാബു വിളിച്ചിരുന്നു, ഡോക്ടറെ എനിക്കൊന്ന് അടിയന്തരമായിട്ട് കാണണം. അപ്പോൾ സതീഷാണെങ്കിൽ കുടുംബസഹിതം ഈ തിരക്കുകളിൽ നിന്ന് മാറി മക്കളുമായിട്ട് അതിരപ്പള്ളിയിൽ റൂമൊക്കെ എടുത്ത് അവിടെ നിന്ന് ഉച്ചഭക്ഷണമൊക്കെ ബുക്ക് ചെയ്ത് വെച്ചത് കഴിച്ചിട്ട് വാൽപ്പാറയ്ക്ക് പോകാനിരിക്കുക. ബാബുവിൻ്റെ വിളിയിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നിയതുകൊണ്ട് സതീഷ് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഭാര്യയും മക്കളെയും കൊണ്ട് നേരെ തൃശ്ശൂർക്ക് വന്നു. തൃശ്ശൂർ വന്ന് ഏതാണ്ട് 2 മണിയാകുമ്പോൾ ബാബു ഭാര്യയും വീട്ടിലേക്ക് വരുമെന്ന് വിചാരിച്ച് സതീഷ് പരമേശ്വരൻ പറഞ്ഞത് ഒരു നല്ല പൾമോളജിസ്റ്റാണ്. ബാബുവിന് അത്തരം ചില പ്രശ്നങ്ങളൊക്കെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ചികിത്സിച്ചിരുന്ന ഒരാളാണ്. വളരെ കേരളമേല ആ സമയത്ത് പ്രിഡിയിൽ പഠിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. വളരെ അടുത്ത സുഹൃത്താണ്. വളരെയധികം ബാബുവിനെ പലതരത്തിലും എല്ലാ തരത്തിലും ബാബുവിനെ സഹായിച്ചിട്ടുള്ള, ബാബുവിൻ്റെ ഫോൺ വിളികൾ എപ്പോഴും കേൾക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനും വാദ്യകലയോട് വലിയ ഇഷ്ടമാണ്. സതീഷ് പരമേശ്വരൻ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. അപ്പോൾ സതീഷ് പരമേശ്വരൻ അങ്ങനെ ബാബുവിനെ കാത്തിരുന്ന് കാണാതായി വൈഫിനോടും പറഞ്ഞു, കുടുംബ സുഹൃത്തുന്നുള്ളതായിട്ട്. അപ്പോഴാണ് സന്ധ്യയുടെ ഫോൺ വിളി വരുന്നത്. ഇങ്ങനെ മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിൽ ആണെന്ന് പറഞ്ഞ് ഭാര്യ അടക്കം അവിടേക്ക് ചെല്ലുമ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ കഴിയാറായി, കൈവിട്ട പോലെയാണെന്നുള്ള രീതിയിൽ ആൾ എന്നെ അവിടെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ, ബാബുവിൻ്റെ ഭാര്യയുടെ കരച്ചില ഫോണിൽ കേട്ടു. ഉടനെ സതീഷ് പരമേശ്വരൻ പറഞ്ഞു, കാര്യങ്ങളാകെ കൈവിട്ടെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഫോൺ ഉപയോഗിച്ചാൽ കരച്ചിൽ കേൾക്കണം. അങ്ങനെ അവിടെ കട്ടായി. ഞാനാണെങ്കിൽ ഒരു പരിപാടിയിൽ ഒരു 100 കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടിയിൽ ഉദ്ഘാടകനായിട്ട് അവിടെ നിൽക്കുകയും ആ സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ബാബുവിനെ കുറിച്ച് ഞാനിത് പറഞ്ഞത് ബാബു അങ്ങനെ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൻ്റെ കുറച്ചും കൂടി ഒരു കെയർ കിട്ടിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ജീവിക്കേണ്ട ഒരാളാണ്. കാരണം ബാബുവിന് ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. 3 പേരിലൊക്കെ മുറിച്ചു അമലയിൽ എടുക്കുമ്പോൾ. അത് കഴിഞ്ഞൊരു 1.5 കൊല്ലാണോളം. അപ്പോഴാണ് ഒരു അറ്റാക്ക് വന്നത്. അറ്റാക്ക് വന്നപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങനെ ഒരു രോഗീനെ അന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല. ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു. നമ്മുടെ ഒരു വളരെ അടുത്തൊരു ഡോക്ടറുടെ ഭാര്യയാണ് അവിടെ കണ്ടത്. അപ്പോൾ അദ്ദേഹം എന്നോട് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാബുവിന് മെഡിക്കൽ കോളേജിൽ എടുക്കുന്ന സമയത്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവരൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ അന്വേഷിച്ചിട്ട് എന്നെ പിറ്റേന്ന് വിളിച്ചു. ബാബുവിൻ്റെ മരണം കഴിഞ്ഞ് എൻ്റെ പിറ്റേന്ന് സംസ്കാരമൊക്കെ കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 5 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഒരു ഡോക്ടർക്ക് 102-105 ആളെയൊക്കെ ചികിത്സിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ 5 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞ് ഷുഗർ ലെവൽ സ്റ്റേബിളായിപ്പോൾ, നോർമലായിപ്പോൾ
അങ്ങനെ അങ്ങോട്ട് വിട്ടു. പക്ഷെ ഇതിൻ്റെ കേസ് ഷീറ്റിൽ ആ ഡോക്ടർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഡേഞ്ചറസ് ഇൽനെസ് ഗ്രൂപ്പിൽ പെട്ട ഒരു രോഗിയാണ് ബാബു എന്നുള്ള കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു രോഗി എന്തുകൊണ്ടാണ് അപ്പം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചില രോഗികളുടെ കാര്യത്തിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ വീണ്ടും പെട്ടെന്ന് ഒരു 12 ആഴ്ചക്കകത്തൊക്കെ അറ്റാക്കുകൾ വരാം സിവിയറായിട്ടുള്ളത്. അതായിരിക്കാം ബാബുവിന് സംഭവിച്ചത്. പിന്നെ ബാബുവിന് കാര്യമായിട്ട് മരുന്നുകളൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ബാബുവിൻ്റെ ഒരു ഷുഗറിൻ്റെ രീതിക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത തോന്നിയുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നൊക്കെയാണ് അവർ ആൻജിയോപ്ലാസ്റ്റിക്കും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോവാതിരുന്നതെന്ന് പറഞ്ഞു. എന്തായാലും ബാബു ജീവിതത്തിൽ ആകമാനം അനുഭവിച്ച ഒരു ദുരിതത്തിൻ്റെ ഒരു സമാപ്തിയായിരിക്കാൻ പറ്റും. പക്ഷെ ബാബു ഇങ്ങനെ കുറച്ചും കൂടി ഈ സമൂഹത്തിൻ്റെ കെയർ അത്തരം മനുഷ്യർക്ക് ലഭിച്ചിരുന്നെങ്കിൽ ബാബു മരിക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിറ്റുന്ന സതീഷ് പരമേശ്വരൻ ഡോക്ടർ രാത്രിയിൽ എന്നെ വിളിച്ചു, ആൾക്ക് ഉറക്കം കിട്ടാൻ. എന്നോട് പറഞ്ഞു ബാബുവിൻ്റെ വീട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ ആൾ തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നതിന് മുന്നേ തന്നെ ആൾ ഇങ്ങോട്ട് വിളിച്ചു, രാത്രി വളരെ വൈകിയാണ്. അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് എന്തോ ഉറക്കം വരുന്നില്ല. ഞാൻ പറഞ്ഞു ഡോക്ടർ ഒരു കാര്യം ചെയ്യും, നാളെ കാലത്ത് ആ രോഗികളെയൊക്കെ പോയി കാണേണ്ടതല്ലേ, നിങ്ങളിപ്പോൾ ഇനി ബാബുവിനെ കാണാനൊന്നും വരണ്ട, നിങ്ങൾ ആ ജോലിക്ക് പോകും, നിങ്ങൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുക, അധികം സംസാരിച്ച് ആലോചിച്ച് സമയം കണ്ട. അപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരിക്കൽ ഒരു രോഗി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, രാവിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വൈകുന്നേരം ആകുമ്പോഴേക്കും ആൾ മരിച്ചൊരു സംഭവം. പിന്നെ ആദ്യമായിട്ട് എന്തോ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു ഞാൻ ചെയ്യേണ്ടത് എന്തോ ചെയ്തില്ലല്ലോ എന്നൊരു തോന്നല് എന്നെ വല്ലാതെ വേട്ടയായിട്ട്. അത് ബാബുവിന് മാത്രമല്ല അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് കിപ്റ്റാർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ജാതി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ നരവംശ ശാസ്ത്രപരമായ രീതിയിലൂടെ ശാസ്ത്രീയമായിട്ട് ജാതി അന്വേഷിച്ച് തിട്ടപ്പെടുത്തി കൊടുക്കുന്ന സ്ഥാപനമാണ് കിപ്റ്റാർട്സ്. കിപ്റ്റാർട്സിൻ്റെ റിസർച്ച് ഓഫീസർ അവിടുത്തെ ഡയറക്ടർ ഇൻചാർജായിട്ടുള്ള സുഭാഷ് കീഴ്പുള്ളിക്കരക്കാരനാണ്. സുഭാഷ് ഇതുപോലെ തന്നെ പിറ്റേന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എന്തോ അറിഞ്ഞൂടാ, 2 ദിവസമായിട്ട് ഉറക്കില്ല, ഞാനും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആളാണോ. അതുമാത്രമല്ല ബാബുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു വിഷമം. അതെന്നെ ദീപൻ ജോസ്കു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു. ദീപൻ ജോസ്കു വിളിച്ചിട്ട് എന്നോട് പറയുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. ആ ഓട്ടോറിക്ഷക്കാരൻ ഞാൻ ബാബുവിൻ്റെ വ്യക്തിത്വം എന്താണെന്ന് വെളിപ്പെടാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. നമ്മൾ കുറച്ച് ആളുകളായിരുന്നു. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എൻ്റെ സംഭാഷണം കണ്ടപ്പോൾ ഓട്ടോറിക്ഷ പതുക്കെയാക്കി. പിന്നെ അദ്ദേഹം അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഓട്ടോറിക്ഷ ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സംഭാഷണം നടന്ന് എങ്ങനെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങളിങ്ങനെ സംസാരിച്ചത് മൂർക്കനിക്കരയുള്ള ബാബുവിനെ കുറിച്ചാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആ മൂർക്കനിക്കരക്കാരനാണ്, എൻ്റെ പേര് വിജയൻ എന്നാണ്, ഞാൻ 10-35 കൊല്ലമായിട്ട് തൃശ്ശൂരിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ്. ആൾ വളരെ നിഷ്കളങ്കനും നല്ല മനുഷ്യനായിരുന്നു, ഞങ്ങൾക്കൊക്കെ വളരെ ഉപകാരമായിരുന്നു. അപ്പം ഈ ആളുടെ പേര് വിജയെന്നാണ്, ഞാൻ നുണ പറയുന്നൊന്നല്ല, 70 വയസ്സായിട്ടുണ്ട് ആൾക്കുണ്ട്. അപ്പോൾ ആളെൻ്റെ ഓട്ടോറിക്ഷ കാശ് മേടിച്ചില്ല ഞാൻ കൊടുത്തിട്ട്. അത് ബാബുവിൻ്റെ സുഹൃത്തല്ലേ, ബാബുവിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളല്ലേ. ആ ഫോൺ സംഭാഷണം കേട്ടോണ്ട് അതുകൊണ്ട് എനിക്ക് ഓട്ടോറിക്ഷ കാശ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര കൊടുത്തിട്ടും അദ്ദേഹം മേടിച്ചില്ല. അവസാനം അയാൾ പറഞ്ഞു ബലമായിട്ട് ഇങ്ങനെ പോകില്ല, അല്ല ഞാൻ ഇപ്പം എനിക്ക് 70 വയസ്സായി, എൻ്റെ 2 മക്കള് ഇവിടെ ചെറിയ സംരംഭമൊക്കെ നടത്തി ഐസ്ക്രീം ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെയുണ്ട്, അവരുടെ ഒന്നും പൈസയുടെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വട്ടച്ചെലവിന് വേണ്ടി ഓടിക്കുന്നതാണ്, എന്തായാലും നമുക്ക് വീണ്ടും കാണേണ്ടി വരും, നമ്മൾ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ബാബു ഇങ്ങനെ സമൂഹത്തിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ ബാബു ഒരു പോരാളി എന്നുള്ള രീതിയിൽ ബാബു കുറേ പ്രവർത്തനങ്ങളും കൂടി നടത്തിയിരുന്നു. അതുകൊണ്ട് ബാബുവിനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ബാബുവിൻ്റെ വ്യക്തിത്വത്തിനും പ്രതിഭയ്ക്കാൻ അനുസരിച്ചുള്ളൊരു ദൃശ്യത ലഭിക്കുകയുണ്ടായില്ല. ആ ദൃശ്യത ഇപ്പോഴെങ്കിലും നമ്മൾ നൽകണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ജൂലൈ 31-ാം തീയതി വളരെ വിപുലമായിട്ടുള്ള ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ഒരുപാട് ഈ തൃശ്ശൂരിൽ ബാബുവിനെ അടുത്തറിയുന്ന, ബാബു പ്രവർത്തിച്ചിട്ടുള്ള മുഖം ഗ്രാമീണ നാടകവേദികൾക്ക് എല്ലാ സംഘടനകളും അതിലുണ്ട്. അത് നടത്തുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം, ഇപ്പോൾ പല ആളുകളും നമ്മളൊരു അതിന് വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയപ്പോൾ
ആളുകളൊക്കെ ഇങ്ങനെ വളരെ ആളുകൾക്ക് വിമർശിക്കലും വളരെ എളുപ്പമുണ്ടോ അത് പറയേണ്ടായി. ഇപ്പൊ ബാബുവിന്റെ കുടുംബത്തെയാണ് സഹായിക്കുന്നത്. അത് ഇങ്ങനെ ഒരു അനുസ്മരണം നടത്തുന്നത് ശരിയല്ല. ഇതൊക്കെ വല്ലാത്തൊരു ആഘോഷം പോലെയാവും. നമ്മൾ ബാബുവിന്റെ ജീവിതത്തില് ഞാൻ ബാബുവിനെ ഇപ്പൊ ബന്ധപ്പെടുന്നത് അവൻ ഈ കേരള കോളേജിൽ വരുന്ന സമയത്ത് ഞാൻ അന്ന് കാലത്ത് എനിക്ക് ബാബുവിന് ബന്ധമുണ്ട്. ബാബുവിന്റെ ജീവിതത്തില് എല്ലാ സന്ദർഭത്തിലും ബാബു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിട്ട് നേരത്തെ ചാക്കോമാഷ് പറഞ്ഞ പോലെ ദളിത് ഇഷ്യൂസിലൊക്കെ കലയിക്കുന്ന സമയത്ത് അദ്ദേഹം 100% ഒരു അംബേദ്കറിസ്റ്റ് ആയിട്ട് കുറച്ചു കാലം നടക്കുന്ന സമയത്തൊക്കെ ബാബു അപ്പോഴും ഞാനും ബാബു തമ്മിലുള്ള സൗഹൃദമൊക്കെ തുടരാറുണ്ട്. ബാബുവിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അവന് പറയാനുള്ള കാര്യം വെട്ടി തുറന്ന് പറയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാബുവിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത മറ്റുള്ളവർക്കൊക്കെ തൻ്റെ ജനിച്ച ജാതി അല്ലെങ്കിൽ അതിൻ്റെ ഐഡന്റിറ്റി ഒരു ഭാരമായിട്ട് നിൽക്കുന്ന സമയത്ത് ബാബുവിന് ഒരിക്കലും അതൊരു ഭാരമായിരുന്നില്ല. ബാബു തൻ്റെ ഐഡന്റിറ്റി കൃത്യമായിട്ട് ആഘോഷിക്കുന്ന ഒരാളായിരുന്നു. അത് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. ആ ഒരു ശക്തമായൊരു ഒരുപക്ഷെ കേരള ഇതിൽ വന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ബാബുവിന് ലഭിച്ചതായിരിക്കും ആ ഒരു ശക്തമായിട്ട് എപ്പോഴും തൻ്റെ ഐഡന്റിറ്റി ഉന്നയിച്ചുകൊണ്ട് തന്നെ ആളുകളോട് സംസാരിക്കാനുള്ള ഒരു കഴിവ്. മറ്റൊന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു പൊയ്കയിൽ അപ്പച്ചൻ്റെ ഒരു പാരമ്പര്യത്തിൽ ആ പാട്ടുകൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ആ പാട്ടുകൾ വായിക്കുമ്പോൾ നമുക്ക് ബാബുവിന് ഇങ്ങനെ തുറന്നു പറയാനുള്ളൊരു കഴിവ് അത് പൊയ്കയിൽ അപ്പച്ചനുണ്ടായിരുന്നു. പ്രത്യക്ഷ ദൈവരക്ഷാസഭയൊക്കെ ഉണ്ടാക്കിയ പൊയ്കയിൽ അപ്പച്ചനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൽ തന്നെ അത് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ പറഞ്ഞു, നാണമില്ല എനിക്ക് സ്വന്തം ജാതികൾക്കുള്ള ബലഹീനതകൾ ഓരോന്നും പറഞ്ഞിടുവാനായിട്ട് പറയുന്നു. ആ രീതിയിൽ സ്വന്തം ജാതികൾക്കുള്ള ബലഹീനതകൾ മനസ്സിലാക്കിക്കൊണ്ട് പൊതുസമൂഹത്തെ ഏത് സന്ദർഭത്തിലും അഭിമുഖീകരിക്കുന്ന ഒരു ശീലം ബാബുവിനുണ്ടായിരുന്നു. കേരള കോളേജിൽ തന്നെ പലപ്പോഴും ചെറിയ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബാബു ഞങ്ങൾ പട്ടികജാതിക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അധ്യാപകരോടൊക്കെ ബാബു ഇതൊക്കെ ആയിട്ട് സംസാരിക്കും. ഒരിക്കലും ഞാനും ബാബും കൂടിയിട്ട് ഒരു തുണിക്കട കയറി. ബാബു ഉടനെ കുറെ ഇങ്ങനെ ഒരാൾ കയറി കഴിഞ്ഞാൽ അവിടുന്ന് ആളുകൾ വളരെ പാവപ്പുള്ള ഇങ്ങനെ കുറെ എടുത്തില്ലല്ലോ. ആ കൂട്ടത്തില് ഇവരിങ്ങനെ ഇടുമ്പോ ബാബു ഞങ്ങൾ പട്ടികജാതിക്കാർക്കുള്ള തുണി എന്തെങ്കിലും എടുത്തിട്ട് ചേച്ചി എന്ന് പറഞ്ഞു. അത് തെരുവട കയറിയാലും ബാബുവിന്റെ രീതിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ഒരുപാട് ചർച്ചകളിൽ എന്നെയൊക്കെ അതുപോലെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഞാൻ പറയുന്നതിന് ഇഷ്ടംപോലെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ഇതായിട്ടില്ല. ബാബു എപ്പോഴും തൻ്റെ ആ സ്വത്വത്തെ ഇതിനെ ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ അത് വലിയ ഭാരമായി കാണുന്ന കാലത്ത് ബാബു തൻ്റെ ആ സ്വത്വത്തെ, തൻ്റെ ജീവിതത്തെ, തനിക്ക് കിട്ടിയ ജന്മത്തെ, തൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ബാബു വളരെ കാലം മുന്നേ തൊട്ട് പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും ശരിയായ രീതിയിൽ ദളിത് ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ കുറവ് നേരത്തെ ചാക്കോമാഷ് സൂചിപ്പിച്ചു എപ്പോഴും നിലനിൽക്കുകയാണ്. ബാബുവിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ബാബു പാടുന്ന പാട്ടുകൾ, ബാബു ഒരു സമയത്ത് സ്വന്തമായിട്ട് എഴുതിയ കവിതയൊക്കെ പാടാറുണ്ടായിരുന്നു. പിന്നീട് അത് എവിടെ പോയെന്നൊന്നും എനിക്ക് അറിയില്ല. ബാബു അതുപോലെ തന്നെ ചില അമ്മൂമ്മ പറഞ്ഞു കൊടുത്ത പാട്ടുകൾ വളരെ കരുത്തുള്ള പാട്ടുകളാണ്. വെറും ഒരു ഫോക്ലോറിസ്റ്റ് എന്നുള്ള തലത്തിലല്ല പാട്ടുകൾ. ആ പാട്ടിലൊക്കെ തന്നെ കുറെ കൂടി പ്രത്യക്ഷമായ രീതിയിൽ ഒരു പോരാളിയുടെ പാട്ടെന്നുള്ള രീതിയിൽ അതിലൊരു വലിയ ഉയർച്ച ഉണ്ടായിരുന്നു. അതിന്റെ ബാബു തൊണ്ട തുറന്ന് പാടുമ്പോൾ ഇപ്പൊ കരിന്തലക്കൂട്ട രമേശ് എന്നോട് ബാബുവിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, അന്നത്തെ അവൻ്റെ ആ പാട്ടുണ്ടല്ലോ, നമ്മളൊക്കെ ഈ രംഗത്തേക്ക് വരില്ല, അവൻ ആ തൊണ്ട തുറന്ന് വിപ്ലവഗാനം പാടിയിട്ടുള്ള ആ കോളേജിൽ നടത്താം, അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതൊരു പ്രത്യേകത. അത് തന്നെയാണ് എന്നോട് പി.ഡി. പോലീസും പറയാറ്. ബാബു അടുത്ത കാലത്തായിട്ട് സ്റ്റേജിൽ ബാബു ഇങ്ങനെ സമരവേദികളിൽ വന്ന് പാടുമ്പോൾ ബാബുവിൻ്റെ ഒരു ഉശിര് വളരെ പ്രത്യക്ഷത്തിൽ വളരെ വലിപ്പമുള്ളതാണ്. അത് വളരെ സാന്ദ്രമാണ്. അത് വളരെ ഘനഗംഭീരമാണ്. അതൊരു വലിയ സഹായകമായിരുന്നു എനിക്ക് പോലീസ് പറയേണ്ടത്. അപ്പൊ ബാബു ഇങ്ങനെ പ്രത്യക്ഷത്തില് നമ്മൾ ബാബുവിനെ ഒരു സാധാരണ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ പൊതുവെ ഫോക്ലോർ കൊണ്ട് നടക്കുന്ന ആളുകൾ അത്ര താല്പര്യം കാണിക്കില്ല. പൊതുവെ നാടകം കൊണ്ട് നടക്കുന്ന ആളുകൾ നാടകം ഒരു ദളിതന്റെ കലയിട്ട് കാണുള്ളൂ. അപ്പോ അങ്ങനെയുള്ള ഒരു ബാബുവിന്റെ ഒരു അക്കാദമികമായ ഒരു ശേഷിയെ നമ്മുടെ ആളുകൾ ആരും കണ്ടിരുന്നില്ല. ഇന്നിപ്പോ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോ അതിൽ പി.ജി. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് കേരള പഠനം
അന്ന് മുരളി കാട്ടാമ്പള്ളിയുടെ പ്രസിഡന്റ് ജോലി ചെയ്യുന്ന സമയത്ത് കേരള പഠനം അതുപോലെ തന്നെ സമകാലിക കവിത എന്ന് പറഞ്ഞിട്ട് 2 പുസ്തകങ്ങളുണ്ടായിരുന്നു. ബാബു അതിലൊരു സബ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്നു. ബാബു അതിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നു, ദളിത് ഭാഷയെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ മറ്റു ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നു. ഈ സൗത്ത് ഇന്ത്യൻ സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സീരീസിൽ ബാബുവിന്റെ ലേഖനം വന്നിട്ടുണ്ടെന്നാണ് ഇന്നിപ്പോൾ PG കൃഷ്ണകുമാർ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ബാബു അങ്ങനെ ഇടപെടാൻ ശ്രമിച്ചിരുന്നു. ഞങ്ങള് ഒരു ബാബു മരിച്ചതൊരു അനുശോചന യോഗം ചെയ്യുകയുണ്ടായി ഓൺലൈനിൽ. അപ്പൊ നമ്മുടെ തിരക്കഥാകൃത്ത് K. ഗിരീഷ് കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ബാബു അന്നൊരു പ്രബന്ധം എഴുതിയിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. 10-25 പേജുള്ള ഒരു പ്രബന്ധം എഴുതിക്കൊണ്ടിരുന്നു. അത് അവിടുത്തെ കോളേജിൽ ആ മാഷ് 21 പേജും കോപ്പി അടിച്ചു. അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഈ യോഗത്തിൽ മാഷ പേര് പറയുന്നില്ല, അത് അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിലുണ്ടെന്ന് ബാബു എനിക്ക് കാണിച്ചു തന്നതിന്റെ ഒരു ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ബാബു ഒരു ഭാഗത്ത് ഇങ്ങനെ അക്കാദമികമായ കാര്യങ്ങള്, ഈ പാട്ടുകളുടെ പിന്നിലെ ഭാഷ, അതിന്റെ യഥാർത്ഥമായിട്ടുള്ള പൊരുളുകളൊക്കെ തേടിപ്പോയ ഒരാളാണ് ബാബു. ബാബു അങ്ങനെയാണ് നാട്ടുവെളിച്ചം പാട്ടും പൊരുളും എന്നുള്ളൊരു ടൈറ്റിൽ തന്നെ ഉണ്ടാക്കിയത്. ആ പാട്ടുകളിലേക്ക്, അതിന്റെ ഭാഷയിലേക്ക് സൂക്ഷ്മമായി കടന്നു ചെല്ലാൻ, നാടൻ പാട്ട് വെറുതെ നമ്മൾ ഹിന്ദി പാട്ടോ അല്ലെങ്കിൽ തമിഴ് പാട്ടോ കേൾക്കുന്ന പോലെ ഒരു ഈണത്തിന്റെയും താളത്തിന്റെയും തലത്തിൽ മാത്രം കേൾക്കുകയല്ല, അതിനൊരു അർത്ഥതലമുണ്ട്, അതിനൊരു ചരിത്ര സന്ദർഭമുണ്ട്. ആ ചരിത്ര സന്ദർഭം ഉണ്ടെന്നുള്ള രീതിയിൽ ബാബു ഒരു സംഘത്തെ ഉണ്ടാക്കി പാട്ട് പാടാനൊക്കെ ആഗ്രഹിച്ചു. അതൊക്കെ നടന്നില്ല. പലപ്പോഴും ഏതാണ്ട് ഒരു 10 കൊല്ലം മുന്നോട്ട് ബാബു ഇങ്ങനെ ട്രൂപ്പ് ഉണ്ടാക്കണമെന്ന് പറയും. അന്നെന്തോ ചെണ്ടാരൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കി, പിന്നെ അത് പോയി ചെന്തിര. അപ്പൊ അങ്ങനെ അതൊക്കെ അതുപോലെ ഇപ്പൊ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇതിനിടയിൽ കോവിഡ് കാലത്ത് വന്നപ്പോ അത് മുറിഞ്ഞു പോയി. അപ്പോഴേക്കും ബാബു വണ്ടി അപകടം പറ്റി വന്നപ്പോ പിന്നെ അത് മുറിഞ്ഞു പോയി. ഒരിക്കൽ ബാബുവിന്റെ ഇത് പറയുമ്പോ നിന്റെ കലാപ്രവർത്തനം, അന്ന് ബാബു ചെണ്ടയിലായിരുന്നു കേട്ടാ. പിന്നീടാണ് ബാബു കൊമ്പിലേക്കൊക്കെ എത്തിയത്. ചെണ്ടയിലും തിമിലയിലായിരുന്നു കാണുന്ന സമയത്ത്. നാടകത്തിനൊക്കെ ഇപ്പോ നാടക സൗഹൃദത്തില് 3 നാടകത്തിന് ബാബു പശ്ചാത്തല സംഗീതം വഹിച്ചിട്ടുണ്ട്, സംഗീത സംവിധായകനായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെ ഇത് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന വലിയ സ്വാതന്ത്ര്യനായ മൈത്രേയൻ തൃശ്ശൂരിലൊക്കെ വരുന്ന ഒരു കാലത്ത് ബാബുവാണ് മൈത്രേയനെ സംഭവിക്കുന്നു, ബാബുവാണ് മൈത്രേയനെ കൊണ്ട് നടന്നത്. അതുപോലെ തന്നെ സിരിച്ചന്ദ്രന്റെ മൂവ്മെന്റ് ആയിട്ട് ഒരിക്കലുണ്ടായിരുന്നു. അപ്പൊ സിരിച്ചന്ദ്രൻ ഇതുപോലെ തന്നെ ആ സംഘത്തിൽ ബാബു പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ബദൽ മാത്തമാറ്റിക്സിന്റെ ഒരിത് കേരളത്തില് മാത്സിനൊരു ലാബില്ലാത്ത രീതിയിൽ, മാത്സ് പഠനം വളരെ സങ്കീർണമായ സമയത്ത് ഈ മൈത്രേയനും പോൾസൺ റാഫേലും അതുപോലെ നമ്മുടെ ഇപ്പോൾ ഉള്ള പ്രസിദ്ധ നടൻ ഗോപാലൻ അടാട്ടും പിന്നെ ചിത്രകാരനായ KG ആൻഡോ ഒക്കെ ചേർന്നിട്ട് ഒരു ബദൽ വിദ്യാഭ്യാസ പരിപാടി മാത്സ് പഠനം വളരെ ലളിതമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും, അങ്ങനെ പ്രവർത്തിച്ച സ്ഥലത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ഈ ലാബുകൾ ഉണ്ടാക്കുകയും, അവരുണ്ടാക്കിയ ലാബും അവരുണ്ടാക്കിയ ആ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് പിന്നീട് സർക്കാരിൻ്റെ തന്നെ മോഡിയുള്ള പുതിയ പാഠ്യപദ്ധതിയൊക്കെ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ബാബു ഒരു കലാകാരൻ എന്നുള്ള എനിക്ക് ബാബുവിന് ഒരു ഐഡന്റിറ്റി ഉണ്ട്. പക്ഷെ ബാബുവിന് തൻ്റെ ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ പ്രയാസങ്ങളുമായി നിത്യജീവിതത്തിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ ബാബുവിന് കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിൽ ബാബു കലാകാരന്റെ റോള് ഉപേക്ഷിച്ച് വരുമാനം കിട്ടുന്ന പരിപാടികൾക്ക് പോകുന്ന ഒരു രീതി ബാബുവിനുണ്ടായി. അതുകൊണ്ട് ഒരു കലാകാരനായിട്ട് അങ്ങനെ തനിക്കാകെ അതിലൂടെ തന്നെ പ്രശസ്തനാവണം അങ്ങനെയുള്ള യാതൊരു തരം താല്പര്യമില്ല. ബാബു കലയുടെ ഒരു വലിയ ഉപാസകനാണ്. ബാബു ഈ നാട്ടുകലകളിലൂടെ സാധാരണ മനുഷ്യന്റെ വേദനകളെയൊക്കെ മനസ്സിലാക്കുന്ന, അതിനോടൊക്കെ തന്നെ താതാത്മ്യപ്പെടുന്ന ഏത് മനുഷ്യനും ഒരു അത്താണിയാവുന്ന ഒരു രീതിയിലാണ് ബാബുവിന്റെ പ്രവർത്തനം. ബാബുവിന്റെ ചെറിയ വീടായിരുന്നെങ്കിലും അവിടെ പലതരത്തിലും ജീവിത പ്രതിസന്ധികൾ വന്നപ്പോൾ പോയി താമസിച്ചവരും, അതുപോലെ തന്നെ ബാബു അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടതിൻ്റെയൊക്കെ ഗ്രാവിറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ ബാബു തനിക്ക് ലഭിച്ച ഈ ജീവിതം ചെറിയ കാലത്ത് അവസാനിച്ചെങ്കിലും താൻ ഒരു കലാകാരനായിട്ട്, അതുപോലെ തന്നെ പ്രാദേശിക പത്രപ്രവർത്തകനായിട്ട് ബാബുവിനെ പോലെ ഒരു രോഗിക്ക് പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. ഷുഗറൊക്കെ ഉള്ള ഒരാൾക്ക് എന്നും രാത്രിയിൽ പോയിട്ട് ജോലി ചെയ്യാം, അതിന് 450-500 രൂപ കിട്ടണം. പക്ഷെ അത് ബാബുവിന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം ബാബു അങ്ങേയറ്റം മറ്റേ പ്രതിസന്ധികളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ്. എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷെ ബാബുവിന്റെ കുടുംബത്തിൽ ഈ കലയുടെ സാന്നിധ്യം
അത് വളരെയധികം ഉണ്ടായിരുന്നു. ബാബു ഒരു കോളേജ് ക്യാമ്പസ് വിട്ടപ്പോൾ കോളേജ് ക്യാമ്പസിൽ നേരത്തെ കാര്യങ്ങളൊക്കെ ചാക്കോമാഷ് പറഞ്ഞതുകൊണ്ട് പ്രിയനന്ദൻ്റെ മുമ്പിലൊക്കെ വന്നിട്ട് PA ഹനീഫ് ഇവരൊക്കെ വെച്ച് നാടകങ്ങളൊക്കെ ചെയ്യുന്ന രീതികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാബുവിനൊരു കലാകാരൻ എന്നുള്ള എനിക്ക് ഒരു എൻട്രി കൊടുത്ത ഒരു സ്ഥാപനമാണ് നമ്മുടെ പോൾസേട്ടൻ്റെ മുഖം ഗ്രാമീണ നാടകവേദി. ബാബുവിൻ്റെ ജീവിതത്തിൽ ഒരു നിറഞ്ഞാടുന്നൊരു സമയത്ത് ശരിക്കും ബാബു ആ കാലത്തിൻ്റെ ഒരു മുഖത്തിൻ്റെ ഒരു മുഖമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പോൾസേട്ടനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. പലപ്പോഴും ബാബു പോൾസേട്ടൻ രാത്രിയിലൂടെ ചിലപ്പോൾ ചീത്ത അടക്കം പറയുന്നത് ആ സന്ദർഭങ്ങളൊക്കെ ബാബുവിനോട് പലപ്പോഴും പറയാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ പോൾസേട്ടൻ അവസാനം സർഗമുഖത്തിൻ്റെ എഡിറ്ററാക്കി ബാബുവിനെ അപ്പോഴും ഈ ഷുഗറൊക്കെ വന്ന് കാലൊക്കെ മുറിച്ചുകൊണ്ട് അതും ശരിക്കും ചെയ്യാൻ പറ്റില്ല. ബാബുവിന് അങ്ങനെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ തൻ്റെ കലാപ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, കുടുംബത്തിൻ്റെ പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് ബാബുവിന് ഒരിക്കലും അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം. ഒരു ബാബു ഈ അവസാന ഈ ടീമൊക്കെ ആയിട്ട് വന്ന സമയത്ത് അപ്പോഴും ബാബുവിന് ഷുഗർ കൂടുതലായിട്ട് വീണ്ടും ഇതിൽ പോകേണ്ട സാഹചര്യം വന്നു. ബാബു അങ്ങനെ ബാബുവിൻ്റെ ശരീരപ്രകൃതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബാബു അങ്ങനെ അമിതമായ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നെല്ലാം ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം ശാരീരികമായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർമാർക്ക് എനിക്ക് മനസ്സിലാവുന്നത് ഹൃദയ ധമനികളൊക്കെ തന്നെ വളരെ വീക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാബുവിൻ്റെ ഷുഗർ കാലിൻ്റെ പഴുപ്പൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇത്തരത്തിലുള്ള ഇന്റേണൽ ഓർഗൻസിൻ്റെ ചില പ്രശ്നങ്ങളായിരുന്നു. അതിൻ്റെ ഭാഗമാണ് ബാബുവിന് അകാലത്ത് വളരെ കുറച്ച് ഭക്ഷണം കഴിക്കാൻ ബാബുവിന് ഷുഗറൊക്കെ വന്നത്. അപ്പം അതുകൊണ്ട് ബാബു ജീവിതം ആസ്വദിച്ചിട്ടല്ല, മൂക്കുകൊണ്ട ഭക്ഷണം കഴിച്ചിട്ടല്ല ബാബുവിന് ഷുഗർ വന്നത്. ബാബുവിൻ്റെ ഇന്റേണൽ ഓർഗൻസിൻ്റെ അതതിൻ്റെ ചരിത്രപരമായ കാരണങ്ങളൊക്കെ പോകുമ്പോൾ ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള പല ആളുകളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെ വന്ന ഒരു രോഗമാണ് ബാബുവിനെ കൊണ്ടുപോയത്. ബാബുവിനെ അനുസ്മരിക്കുമ്പോൾ നമ്മളൊക്കെ ഓർക്കേണ്ട കാര്യം ഇതാണ്. ബാബുവിനെ പോലുള്ള ആളുകൾക്ക്, അത്തരം കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് തൃശ്ശൂർ വാദ്യകലയുടെ നാനാവിധത്തിലുള്ള താളവാദ്യങ്ങളുടെ ഒരു എന്താ പറയുക ഒരു വലിയ ഒരു വ്യവഹാര കേന്ദ്രം. അവിടെ ബാബുവിനെ പോലുള്ള കലാകാരന്മാരെയൊന്നും വേണ്ടതുപോലെ അംഗീകരിക്കാനോ അതിപ്പോഴും ജാതീയമായ ചില താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം കലാകളൊക്കെ തുടരുന്നത്. ബാബു വളരെ മികച്ച ഒരു കൊമ്പ് വാദ്യ കലാകാരനായിരുന്നു. അതിന് ബാബുവിന് നല്ല അത് കലയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ബാബുവിന് നല്ല അഭിമാനം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ആളുകൾ ആ രീതിയിൽ ബാബുവിനെ സമൂഹം ഉൾക്കൊള്ളുന്നതിനോ ബാബുവിൻ്റെ കലാപ്രവർത്തനങ്ങളുടെ നൈരന്തര്യം മനസ്സിലാക്കിക്കൊണ്ട് ബാബു ഉന്നയിക്കുന്ന ഈ സമൂഹത്തിലെ ഇത്തരം സാംസ്കാരിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായില്ല എന്നുകൂടിയാണ് ബാബുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാബു പൊയ്കയിൽ അപ്പച്ചൻ തൊട്ടുള്ള വലിയ കിഴാള നവോത്ഥാന ധാരയിലെ മനുഷ്യരുടെ ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ തൻ്റെ ഒരൊറ്റയാനായിട്ട് താൻ നിൽക്കുന്നിടത്ത് നിന്ന് തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കൊക്കെ എതിരായിട്ട് ഫൈറ്റ് ചെയ്ത, അതിലൂടെ ഒരു എന്താ പറയുക ഒരു തരത്തിലൊരു ക്യാമ്പസ് സംസ്കാരം ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ മനുഷ്യനാണ് ബാബു. ആ ബാബുവിനെ ആ രീതിയിൽ അറിഞ്ഞ് ആദരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ജോലി. അതുകൊണ്ട് ബാബുവിൻ്റെ കുറിച്ചുള്ളൊരു സ്മരണിക, ബാബുവിൻ്റെ ഇത്തരത്തിലുള്ള നാനാതരത്തിലുള്ള വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നതിന് സഹായകമായൊരു സ്മരണിക ഇറക്കുന്നുണ്ട്. ബാബുവുമായിട്ട് അനുഭവമുള്ള എല്ലാവരും തന്നെ ആ സ്മരണിയിലേക്ക് രചനകൾ തരണം, അനുഭവക്കുറിപ്പ് തരണം. ബാബു ബന്ധപ്പെട്ട കലാമേഖലയുമായി ബന്ധപ്പെട്ട് അത് അപഗ്രഥിക്കുന്ന ലേഖനങ്ങളോ പഠനങ്ങളോ തരാൻ പറ്റുന്നത് തന്നെ. അതുപോലെ തന്നെ ബാബുവിൻ്റെ പേരിൽ ഒരു നാട്ടു കലാകാരന്മാർക്ക് നൽകുന്ന അല്ലെങ്കിൽ ബാബു ജീവിച്ച മേഖലകളിൽ പ്രവർത്തകർക്ക് നൽകുന്ന ഒരു അവാർഡ് ഏർപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ചൊക്കെ ആളുകൾ പറയുകയുണ്ടായി. അതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ബാബുവിൻ്റെ സ്മരണ ആ രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ എല്ലാവരും സഹകരിക്കണം. ബാബുവിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സ്മരണ മുഖം ഗ്രാമീണ നാടകവേദി വളരെ കഷ്ടപ്പെട്ട് ഇന്ന് ഈ മഴയും മറ്റ് പല പ്രശ്നങ്ങളുള്ള സമയത്ത് മുഖം ഗ്രാമീണ നാടകവേദിയെ സംഘടിപ്പിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. ബാബുവിൻ്റെ നാട്ടിലും ബാബുവിന് ജനം കഴിഞ്ഞ ദിവസം ഞായറാഴ്ച അവിടെ പരിപാടിയില്ല. അപ്പോൾ ആ രീതിയിൽ ബാബുവിന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ലഭിക്കാതിരുന്ന ഒരു ദൃശ്യത
കാരണം ബാബുവിനെ അങ്ങനെ അംഗീകരിക്കുമായിരുന്നെങ്കിൽ ബാബുവിന് സംഗീത നാടക അക്കാദമി ഒരു റീത്ത് വയ്ക്കാമായിരുന്നു, ലളിതകലാ അക്കാദമിക്ക് ഒരു റീത്ത് വയ്ക്കാമായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു അംഗീകാരത്തിൻ്റെ ഒരു അടയാളമാണ്. പക്ഷെ ആ രീതിയിൽ ബാബുവിനെ പല പത്രങ്ങളും ബാബുവിനെ പ്രാദേശിക ലേഖനം എന്നുള്ള രീതിയിലാണ് മരിച്ചപ്പോൾ വാർത്തകളൊക്കെ ഉണ്ടത്. ഒരു പത്രം മാത്രമാണ് ഒരു കൊമ്പ് കലാകാരൻ എന്നുള്ള അല്ലെങ്കിൽ നാട്ട് കലയുടെ ഒരു പ്രയോക്താവ് എന്നുള്ള രീതിയിലുള്ള ഒരു വിശേഷണമൊക്കെ നൽകി നല്ല വാർത്തകളുണ്ട്. അതുകൊണ്ട് ബാബുവിലെ കലാകാരനെ നമ്മുടെ പൊതുസമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിന് അത്തരത്തിലുള്ള അനുസ്മരണങ്ങളും അതുപോലെ തന്നെയുള്ള സ്മരണീയ പ്രകാശനവും അവാർഡ്, ബാബുവിൻ്റെ പേരിലുള്ള സ്മൃതി നിലനിർത്തുന്നതിനുള്ള അവാർഡും ഒക്കെ തന്നെ വളരെ അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ബാബുവിൻ്റെ കുടുംബത്തിനെ സഹായിക്കണം. ബാബുവിൻ്റെ വീട് വളരെ വളരെ ഒരു എന്താ പറയുക, ഒരു ജസ്റ്റ് അങ്ങോട്ട് വാർത്ത കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി താമസിക്കുന്നതല്ലാണ്ട് മറ്റു കാര്യങ്ങളൊന്നും നിർവഹിച്ചിട്ടില്ല. അങ്ങനെ നിർവഹിക്കുന്ന കാര്യത്തിൻ്റെ സമയത്തും കല്യാണമൊക്കെ വന്നപ്പോൾ അതിൽ ബന്ധപ്പെട്ട ഒരാൾക്കാർ തന്നെയാണ്. അവർക്ക് എന്താ ചെയ്തതെന്നൊന്നും കൂടെ ഞാൻ പറയുന്നില്ല. അത് ആ വീടിൻ്റെ പണി കുറേ നടത്തി കൊടുക്കേണ്ടതുണ്ട്. ഒരു 1.5 ലക്ഷം രൂപയിലും വേണ്ടി വരും വീടിൻ്റെ പണി നടത്താൻ. ഒരു 5 ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ എടുത്തതിൽ ബാക്കിയുണ്ട്. അപ്പം അതുകൊണ്ട് ബാബുവിന് അത്തരത്തിലുള്ള ഒരു സഹായം ആവശ്യമാണ്. ഇന്നിപ്പോൾ മകൻ അവിടെ നിന്ന് ITയിലേക്ക് ചേരാനായിട്ട് പോകുമ്പോൾ യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് മകൻ അവിടെ നിന്ന് വിളിച്ചപ്പോൾ നമുക്ക് പറ്റുന്ന പണി നമ്മളപ്പം ചെയ്തു. അവിടെ കെട്ടേണ്ട കാശ് 7,000 രൂപ അപ്പം തന്നെ നമ്മൾ അയച്ചു കൊടുക്കും. അപ്പം അത് ഞാനെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങളും ഇപ്പോൾ ബാബുവിന് ഇങ്ങനെ പലയിടത്തും അനുസ്മരണം ഉണ്ടാകുമ്പോൾ ചില പ്രഖ്യാപിത എന്താ പറയുക നിലയുദ്ധന്മാരും കലാകാരന്മാരൊക്കെ അതാണോ ചെയ്യേണ്ടതായിരിക്കും. ഇതൊന്നല്ല ആവശ്യം എന്ന് പറയുന്നത്. ബാബുവിലെ പ്രതിഭയെ കാണാത്ത ആളുകളാണ് ഈ വർത്തമാനം പറയുന്നത് എന്നാണ്. അതെനിക്ക് വളരെ പ്രസിദ്ധരായിട്ടുള്ള ആളുകളടക്കം ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിലുള്ളവരടക്കം അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ചർച്ച തന്നെ ഒരു 1-2 മണിക്കൂർ വരെ ഒരു ഗ്രൂപ്പിൽ നടന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ ഇത്തരത്തിലുള്ള യോഗങ്ങൾ അത് എത്ര കഷ്ടപ്പെട്ടതായാലും എത്ര ചെറുതായാലും ഇതൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നുള്ളത് ഒരു എന്താ പറയുക, നമ്മുടെ കൂടെ നിന്ന ഒരാൾ തിരിഞ്ഞു പോകുമ്പോൾ ചെയ്യേണ്ട വളരെ അർത്ഥവത്തായ പ്രവർത്തനങ്ങളാണ്. അതിന് മുൻകൈ എടുത്ത മുഖം ഗ്രാമീണ നാടകവേദിയുടെ എനിക്കുള്ള നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. ബാബുവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ തലകുനിക്കുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ഡേവിസ് മുന്നിൽ പറഞ്ഞ ബാബു മലയിലിനെ വീടിനെ സഹായിക്കുന്നതിൽ ഞങ്ങളെല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു. പൊങ്ങുനാടകയുടെ ബാബു മലയിൽ സ്മരണയിൽ അടുത്തതായിട്ട് സംസാരിക്കുന്നത് ആരോഗ്യത്തിൽ ചേർന്നാണ്. നമ്മുടെ ഈ 31-ൻ്റെ അനുസ്മരണ പരിപാടികളിൽ പറഞ്ഞതുപോലെ സോനിയർ, സ്മരണിക അങ്ങനെയുള്ള വലിയ പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ അതും പരമാവധി എല്ലാ തലത്തിലുള്ള ആളുകളുടെ ഓർമ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഗംഭീരമായിട്ടുള്ളൊരു സ്മരണിക വരുന്നത് നല്ലതാണ്. അന്യചേട്ടൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് അന്യചേട്ടൻ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. മുഖം ഗ്രാമീണ നാടകവേദി ബാബു മലയിലിന് ഒരു അനുസ്മരണ യോഗമാണ് ഇവിടെ നടത്തുന്നത്. ബാബു മലയിലുമായിട്ട് ഒരു 40 വർഷത്തോളമുള്ള സൗഹൃദമുണ്ട്. അത് മുഖം ഗ്രാമീണ നാടകവേദിയുടെ പ്രാരംഭ കാലഘട്ടത്തിൽ തന്നെ പോൾസൺ മാഷുമായിട്ടാണ്, പോൾസൺ മാഷ് വഴിയാണ് ശരിക്കും ബാബു മലയിലിനെ ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് മുതൽക്കുള്ള സൗഹൃദം ബാബുവിൻ്റെ മരണം വരെയും തുടരാൻ സാധിച്ചു. ബാബു മലയിൽ ഇവിടെ ബാബു മലയിലിനെ സംബന്ധിച്ച് ചാക്കോ മാഷും സഖാവ് E.D. ഡേവിസും അവരുടെ അനുഭവങ്ങളും എല്ലാം വളരെ സവിസ്തരം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ബാബു മലയിലുമായി ഇത്രയും ദീർഘകാലത്തെ സൗഹൃദമുണ്ടെങ്കിലും ഇവരൊക്കെ പങ്കുവച്ച പോലെ ഉള്ള വ്യക്തിപരമായി വളരെ അടുത്ത കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ ധാരണയില്ല.
അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്കും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ സവിസ്തരം പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ബാബു മലയിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ്. എന്ത് പ്രയാസം മനസ്സിലുണ്ടെങ്കിലും അതൊന്നും വെളിപ്പെടുത്താതെ എല്ലാവരോടും ചിരിച്ച് മാത്രം സംസാരിക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ആ പരിചയപ്പെട്ട കാലം മുതൽ ഈ മരണം വരെയും ഉള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട്. എന്തായാലും ബാബു മലയിലിൻ്റെ മരണത്തിന് ശേഷം ഇങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനം മുഖം ഗ്രാമീണ നാടകവേദി സംഘടിപ്പിച്ചതിനെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇവിടെ അനുഭവങ്ങൾ പങ്കുവച്ച സഖാവ് ഡേവിസും ചാക്കോ മാഷും ഇനിയിപ്പോൾ ബാബുവുമായിട്ട് ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു സത്യദേവൻ എറവും ജയശ്രീയും എല്ലാം ഇവിടെ ഉണ്ട്. അവരും അവരുടെ അനുഭവം കൂടുതലായി പങ്കുവയ്ക്കും. ബാബു മലയിലിൻ്റെ സ്മരണ എന്ന നിലയ്ക്ക് മാത്രം ഞാൻ വേദിയിലൊന്നും അങ്ങനെ പാടുന്ന ആളല്ല. പക്ഷെ ബാബു മലയിലിൻ്റെ അനുസ്മരണം വേദി എന്ന നിലയ്ക്ക് മാത്രം മുഖത്തിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പാടിയിരുന്ന ബാബു മലയിലൊക്കെ ചേർന്ന് പാടിയിരുന്ന ഒരു പാട്ട് സ്മരണയ്ക്കായി സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സത്യനും ജയശ്രീക്കുള്ള വേദിയിൽ പാടുന്നത് ഒരു സാഹസമാണെന്ന് അറിയാം. എന്നാലും ഞാൻ ആ ബാബുവിനോടുള്ള എൻ്റെ ആത്മാർത്ഥത, എൻ്റെ ഹൃദയം ഞാനിവിടെ തുറക്കുകയാണ്. പണ്ട് തുടക്കത്തിൽ ഇപ്പോൾ നാടൻപാട്ട് എന്ന് പറഞ്ഞിട്ടാണ് പരിപാടി കൂടുതൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ തുടക്ക കാലഘട്ടത്തിൽ ഞാനൊക്കെ ഇതിൽ സജീവമായി നിന്ന സമയത്ത് മുഖം മാറ്റം പാട്ടുകളാണ് അവതരിപ്പിച്ചിരുന്നത്. ആ മാറ്റംപാട്ടിൽ തന്നെ എല്ലാ വേദികളിലും പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ട് ഞാനിവിടെ പാടാൻ ശ്രമിക്കാം. കൂട്ടരേ കൂത്താടാനും കൊട്ടാനും കൊയലൂതാനും ഇത്തിരി നേരമുണ്ട് പഴേ പയ്യാനും പറയാനും പാടാനും പെണ്ണുള്ളാനും ഇത്തിരി നേരമുണ്ട് പഴേ ചങ്കരിക്കുന്നെൻ്റെ കൈക്കോട്ട് തയമ്പുള്ള കയ്യെത്തരിക്കുന്നു എവിടെൻ്റെ കടുംതൊടി കാഞ്ഞരക്കോലും ഏനൊന്ന് കൊട്ടട്ട കൊട്ടിൻ്റെ ചേരൊത്തിട്ടേനൊന്ന് പാടട്ടെ പാട്ടിൻ്റെ ചേരൊത്ത് കൂട്ടരേ കൂത്താട് കൂട്ടാട്. നാമൊന്നല്ലേ നമ്മളൊന്നല്ലേ നമുക്കുടയോരും ഈ മണ്ണിനുടയോരും നമ്മളല്ലേ നമ്മളല്ലേ നാമല്ലേ നമ്മളൊന്നല്ലേ മണ്ണിലുടയോരും നമ്മളല്ലേ 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 കൂരിരുട്ടിൽ നമ്മളൊന്ന് കോടമഞ്ഞിൽ നമ്മളൊന്ന് കൊടുങ്കാറ്റിൽ കൊടും വേനലിൽ പെരുമാറി നമ്മളൊന്ന് നമ്മളൊന്ന് കോടമഞ്ഞിൽ നമ്മളൊന്ന് കൊടുങ്കാറ്റിൽ കൊടും വേനലിൽ പെരുമാറി
നമുക്കുടയോരും അന്നിലുടയോരും നമ്മളല്ലേ നമ്മളല്ലേ നമ്മളല്ലേ. കാടൊക്കെ കൊത്തിമാറ്റി പാടം പണിയുമ്പം നമ്മളൊന്ന് പാടത്ത് കട്ടയുടച്ച് വിത്ത് വിതയ്ക്കുമ്പം നമ്മളൊന്ന് കാടൊക്കെ കൊത്തിമാറ്റി പാടം പണിയുമ്പം നമ്മളൊന്ന് പാടത്ത് കട്ടയുടച്ച് വിത്ത് വിതയ്ക്കുമ്പം നമ്മളൊന്ന് കളനുള്ളുമ്പോഴും വിളകൊയ്യുമ്പോഴും കളകൊള്ളുമ്പോഴും വിളകൊയ്യുമ്പോഴും നമ്മളൊന്ന് 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 നാം ഒന്നല്ലേ നമ്മളൊന്നല്ലേ. നമുക്കുടയോരും ഈ മണ്ണിനുടയോരും നമ്മളല്ലേ 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 നമ്മളല്ലേ. വിയർത്തല്ലോ മുത്തുമണിയായി മിന്നി നിൽക്കുന്നു നമ്മുടെ കരുത്തല്ലോ കനകമണിയായി തോത്തു നിൽക്കുന്നു. വിയർത്തല്ലോ മുത്തുമണിയായി മിന്നി നിൽക്കുന്നു നമ്മുടെ കരുത്തല്ലോ കനകമണിയായി തോത്തു നിൽക്കുന്നു. പങ്കുവയ്ക്കുക തുല്യമായി നമ്മളൊന്നല്ലേ. ഈ കനകമണികൾ മുത്തുമണികൾ നമ്മുടേതല്ലേ. പങ്കുവയ്ക്കുക തുല്യമായി നമ്മളൊന്നല്ലേ. ഈ കനകമണികൾ മുത്തുമണികൾ നമ്മുടേതല്ലേ. നാം ഒന്നല്ലേ നമ്മളൊന്നല്ലേ. നമുക്കുടയോരും മണ്ണിലുടയോരും നമ്മളല്ലേ 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 നമ്മളല്ലേ. ബാബുവിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി ജയശ്രീ സംസാരിക്കും. ഒരുപാട് പറയാനെങ്കിൽ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് എന്നിരുന്നാലും നമുക്കൊരു അനുഭവം എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് ഞാൻ സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഈ മരിക്കണ അന്ന് രാവിലെ 11 മണിക്ക് അതാണ് നമുക്ക് പറ്റുന്ന പറയാനുള്ളത്. ആളൊരു പാട്ട് തനത് പാട്ടുകളുടെ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. നീയൊന്നും ശരിയായി വരണം നോക്കിയിട്ട് ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളെ വിളിക്കുന്നത്. 11 മണി കഴിഞ്ഞിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം. അപ്പോൾ അത് നാടൻ പാട്ടുകൾ തനത് പാട്ടുകൾ മാത്രം കളിക്കുന്നു പറഞ്ഞിട്ട് കുറച്ച് പാട്ടുകൾ സെറ്റ് ചെയ്തു. പിള്ളേരുടെ ഞാൻ റിഹേഴ്സലൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം നന്ദുണി വേണമെന്നുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നന്ദുണി വീട്ടിലെത്തിച്ചു. അപ്പം ഈ പാട്ടുപാടി നമുക്ക് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളെ തുടങ്ങാതെ. എന്ത് കാര്യം ആഗ്രഹിച്ചാൽ ആള് സാധിക്കാറില്ല. ഇതിലും നമുക്ക് എന്തെങ്കിലും വരുത്തി തീർക്കണം, എന്തെങ്കിലും എത്തണം എന്നാണ് അന്ന് 11 മണിക്കാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കും, ഞങ്ങൾക്ക് ഇല്ലേന്ന് പറഞ്ഞിട്ട് കുട്ടികളെ വിളിച്ച് റിഹേഴ്സലൊക്കെ ചെയ്തു.
അതൊന്നും എത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. ആള് ഒരു നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഭവം. അത് ഉച്ചയ്ക്കാണ് വിളിച്ചിട്ട് പറയുന്നത് എന്താ പറയുക പറയായിരുന്നു. ശ്രീ സത്യദേവൻ എറവും സത്യൻ്റെ നാട്ടിൽ ഇന്നലെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു അനുസ്മരണ യോഗം ഉണ്ടായി. അപ്പോൾ സത്യൻ എന്നെ പ്രത്യേകം ക്ഷണിച്ചിരുന്നു. ഞാൻ അവിടെ പോയി. ധാരാളം ആളുകൾ അവിടെ കൂടി മൂട്ടനിക്കര കുത്തനാൽ എന്ന് പറയുന്ന സ്ഥലത്ത്. സത്യൻ പറഞ്ഞു. ബാബുവിനെ സ്മരിക്കുമ്പോൾ ദേശീയ അനുഭവം തന്നെയാണ് എനിക്കുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 2002 ആ കാലഘട്ടങ്ങളിലൊക്കെയാണ് ബാബുവായിട്ട് ഏറ്റവും കൂടുതൽ അത് തടപെടുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്താണ്. ഞാൻ വിവാഹം കഴിച്ച് ചെല്ലുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മൂക്കനകരയിലെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് ബാബുവായി. അതിനുശേഷമാണ് ഞാൻ അവിടെ ചെല്ലുന്നത് തന്നെ. അതിന് മുമ്പേയുള്ള ബന്ധമാണ്. ബാബുവിനെ കുറിച്ച് സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ബാബുവിൻ്റെ തലം വേറെയാണ്. ബാബു പാട്ട് ചിട്ടപ്പെടുത്തുമ്പോഴായിരുന്നു ഇപ്പം ഞാൻ ജയശ്രീ ഉഷ പ്രോത്സാഹനം, ഞങ്ങൾ കാട്ടുമുരളി, ഞങ്ങളുടെ എത്താത്ത മേഖലകൾ വളരെ കുറവായിരിക്കും. എനിക്ക് ബാബുവിനെ സ്മരിക്കുമ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദേവിസാറിനൊക്കെ പറഞ്ഞ പോലെ ബാബുവിൻ്റെ സ്മരണ പുതുക്കാനെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതേ നമ്മളെ കൂടുതൽ ആളുകൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഞാൻ ഇന്നലെ അവിടെയും പറഞ്ഞത്, ബാബു പാർട്ടിക്ക് വേണ്ടി അടികൊണ്ട് വെറും ഷെഡി മാത്രം ഇട്ടിട്ട് പോലീസ് വലിച്ചടച്ചു കൊണ്ടുപോയ ചരിത്രം ഇന്നലെ അവിടുത്തെ സഖാക്കൾ ഓർമ്മയിലുണ്ടായി. കാലിൻ്റെ വെള്ളയിൽ അടി കൊണ്ടിട്ട് 2 ദിവസം നടക്കാൻ പറ്റാതെ ചെണ്ണ വെച്ചിട്ട് നടന്നു കൊണ്ടിട്ട് ഒരവസ്ഥ. അന്ന് ബാബു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജയിൽ സുഹൃത്താണെന്ന് പറഞ്ഞത് ആരെ, നമ്മുടെ മുൻ റവന്യൂ മന്ത്രിയായിട്ടുള്ള കെ രാജൻ. പക്ഷെ അവരൊക്കെ ഉന്നത സ്ഥാനത്ത് എത്തിയിട്ട് പോലും ബാബുവിനെയോ ബാബുവിൻ്റെ കുടുംബത്തെയോ ഏതെങ്കിലും തരത്തിലൊരു നല്ല പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടൊരു സഹായം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇന്ന് ഒരു പക്ഷേ അതിൻ്റെ അനുശോചനത്തിലൊക്കെ വന്ന് വലിയ വലിയ വാചകങ്ങൾ കിട്ടിയതിട്ട് കാര്യമില്ല. ഇപ്പം പറയുന്നുണ്ട് ബാബുവിന് എന്തിനായ അനുശോചനം, ബാബുവിന് കുറച്ച് പൈസ കൊടുത്താൽ പോലെ, ഇതൊക്കെ മുമ്പേ ചെയ്യായിരുന്നില്ലേ? എൻ്റെ ചോദ്യം അതാണ്. ഇതൊക്കെ മുമ്പേ ചെയ്യായിരുന്നല്ലോ. ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അറിയാത്ത ആൾക്കാർ, ഇവിടുത്തെ പാർട്ടിക്കാരാരുമില്ല, ഞങ്ങൾക്കറിയാം. മനസ്സിലാവുന്നത്. അപ്പം നമ്മളൊക്കെ, ഇപ്പം ഞാനായാലും പ്രോത്സാഹനായാലും കാട്ടുമൂലയിലും ജയശ്രീയിലും ഞങ്ങൾ നാടൻ പാട്ടിൽ ഞങ്ങളൊക്കെ ബാബുവിൻ്റെ ഒരു പരിപാടിക്ക് പോയാൽ ഞങ്ങൾ പൈസ പോലും നമ്മൾ പറ്റാറുണ്ട്. ജയശ്രീ ഇല്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്. ബാബുവിൻ്റെ ജീവിതത്തിൻ്റെ ശൈലി നമുക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളാൽ കഴിയാവുന്ന സഹായങ്ങൾ ഞങ്ങൾ എപ്പോഴും ചെയ്തു കൊടുക്കാറാണ് പതിവ്. ഇതിനേക്കാട്ടിലും കൂടുതൽ അറിയുന്ന പാർട്ടിക്കാരാണ് അവിടെ ഉള്ളത് മുഴുവനും. ഒരു പഞ്ചായത്ത് മെമ്പറാക്കാൻ പോലും അവിടുത്തെ പാർട്ടിക്കാർ തയ്യാറായില്ല. അപ്പോൾ ഉന്നതൻ്റെ അടുത്തേക്ക് പോയി. സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ടോ, വിദ്യാഭ്യാസപരമായി ഉയർച്ചയുണ്ടോ, കുടുംബപരമായി ഉയർച്ചയുണ്ടോ, അതാണ് പിന്നത്തെ ചിന്ത. അപ്പോൾ പറയുമ്പോൾ SC/ST വിഭാഗത്തിൽ പെട്ടിട്ടുള്ള മറ്റേ വാർഡിലാണ് മത്സരിക്കേണ്ട അവസ്ഥയുള്ളത്. എന്നിട്ട് പോലും അതിന് പോലും തയ്യാറാവാതെ എനിക്ക് ഇന്നലെ സത്യം പറഞ്ഞ് എനിക്ക് എൻ്റെ വർഷം മുഴുവൻ ഞാൻ ഇന്നലെ അവിടെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയാണ് അത് അബദ്ധം പറ്റിപ്പോയി. എന്തബദ്ധം? ഈ പറയുന്ന നേതാക്കളൊന്നും പാർട്ടിക്ക് വേണ്ടി അടികൊണ്ടിട്ടില്ല. അന്ന് ഇന്നലെ അവിടെ ഉണ്ടായിരുന്നതിൽ വേറെ 2 പേരെങ്ങനെ സമരരംഗത്തേക്ക് വന്നിട്ടുണ്ട്. ബാക്കി ആരും സമരരംഗത്ത് പോലും ഇല്ലാത്ത ആളുകളാണ്. എന്നിട്ട് അവരൊക്കെ നേതാക്കന്മാരും വലിയ വലിയ ആളുകളുമായി പോവുക. ഈ മനുഷ്യനെ എല്ലാ തരത്തിലും, ഏത് തരത്തിലുണ്ടോ, ബാബു വലിയ ആളാന്നൊക്കെ പറയും.
മനസ്സിലാവും. ഇത് ബാബു മാത്രമല്ല, നമ്മുടെ പരിമ്പൂര് പഞ്ചായത്തിലാണെങ്കിലും പരിമ്പൂര് പഞ്ചായത്തിൽ ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലമാണ്. അർഹതപ്പെട്ട ഒരു അംഗീകാരം ഇവിടുത്തെ കലാകാരന്മാർക്ക് ഇവിടുത്തെ ആരെങ്കിലും സാംസ്കാരിക രംഗത്ത് കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ല. ഇപ്പൊ പോൾസേട്ടൻ നാടകം ചെയ്യാത്ത മേഖലയില്ല. എന്റെയൊക്കെ ചെറുപ്പത്തില് പോൾസേട്ടനെ കണ്ടിട്ടാണ് നാടകം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോ നമ്മുടെ ആളുകളൊക്കെ എത്ര വർഷം ഇടതുപക്ഷം ഭരിച്ചു, നമ്മുടെ ആളുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ വലിയ വലിയ സ്ഥാനങ്ങളിലെത്തി. ഒരു ഫോക്ലോർ അക്കാദമിയുടെ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് നിയമിക്കാൻ പറ്റാവുന്ന ഒരാളല്ലേ പോൾസേട്ടൻ. ഇനി പോൾസേട്ടൻ മരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള അനുശോചനം രേഖപ്പെടുത്തി നേതാക്കന്മാരൊക്കെ വന്ന് വലിയ വലിയ പ്രസംഗം പ്രസംഗിച്ചു. അതിലൊന്നും കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് മെയിൻ കാര്യം. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ആരും അംഗീകരിക്കാത്ത ആളുകളെ, മഹത് വ്യക്തിത്വങ്ങളെ, ഇപ്പോൾ നമ്മുടെ ഡിവിസേറിനെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ കേരളത്തിലെ പഴയ ആ കൂട്ടായ്മ, അവരൊക്കെ കൂടി ബാബുവിനെ ഉയർത്തുകയാണ്. അതിന് ഒരു വലിയ ബിഗ് സല്യൂട്ട് ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം അങ്ങനെയെങ്കിലും ബാബുവിനെ പോലുള്ള ആളുകൾക്ക് ഒരു മനഃശാന്തി കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സാമ്പത്തികം മാത്രമല്ലല്ലോ എല്ലാറ്റിൻ്റെയും അടിത്തറ. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ എത്രയോ കലാകാരന്മാരുണ്ട്, എത്രയോ ആളുകൾ. ഇപ്പോൾ നമ്മുടെ സുരേഷ് അറവ് നാടകം ചെയ്യാത്ത മേഖലകളില്ല. ഒരുപാട് നാടകങ്ങൾ, കാര്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഉയർത്തിക്കൊണ്ടുവരേണ്ട കലാകാരന്മാരാണ് അവരൊക്കെ. അങ്ങനെ എത്രയോ ആളുകൾ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അവരങ്ങനെ അങ്ങനെ പടർന്നു പന്തലിച്ച് പോവുക. അടിയിലെടുക്കുന്ന ഒരാളെ പോലും ഒന്ന് കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പോലും ചെയ്യാത്ത സാംസ്കാരിക നായകന്മാരെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളൊന്നും വലിയ വലിയ സാംസ്കാരിക നായകന്മാരല്ല, നമ്മളൊക്കെ ഏറ്റവും അടിത്തറയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ തെരുവുനാടക സംഘം ഉണ്ടാക്കി. തെരുവുനാടകം വേണം. ആ നാടകത്തിൽ നാടകം സെറ്റ് ചെയ്ത് കാര്യങ്ങൾ ശരിയാക്കിയ ആളുകൾ ബാബുമലയിൽ ഞാൻ, ജയശ്രീ, ഉഷ, ഞങ്ങളുടെ ഒരു ടീമാണ് ആ നാടകം മുഴുവൻ തയ്യാറാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ആൾ ബാബുമലയിൽ. പാടും, അഭിനയിക്കണമെന്ന് അഭിനയിക്കും. ഒരു വിധത്തിലുള്ള നാണോ മാനോ ഒന്നുമില്ല. വൈകുന്നേരം കിട്ടുന്ന പൈസ പോലും ഇല്ല. എന്നിട്ടും ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കൽ കഴിഞ്ഞിട്ട് ഒരു തരത്തിലുള്ള അംഗീകാരം വേണ്ട. ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ ഏത് കലാകാരന്മാരെ എല്ലാവരും ഇപ്പൊ നമുക്ക് അംഗീകരിക്കണമെന്നില്ല. പക്ഷേ അവഗണന അത് നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. നമ്മളെ പരിഗണിച്ചില്ലെങ്കിൽ നമുക്ക് ആർക്കും വിഷയമല്ല. നമ്മളിപ്പോൾ വീട്ടിലേക്ക് കാര്യത്തിൽ നമ്മളെ പരിഗണിച്ചില്ല, അവർക്കത് വിഷയമല്ല. മറിച്ച് അവഗണന എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കൊടുക്കാനും പറ്റില്ല. അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ബാബു. അത് ഞാനും ബാബുവും കൂടി ഒരു എന്താ പറയുക, അടുത്ത കാലങ്ങൾ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് വരെയും ഞങ്ങൾ സംസാരിക്കാറുള്ളതാണ്. അത്ര അടുത്ത സുഹൃത്തു ബന്ധമുള്ള ആളാണ് ബാബു. മിക്ക ദിവസങ്ങളിൽ എൻ്റെ വീട്ടിൽ സംസാരിക്കുമ്പോൾ മുഴുവൻ കലയുടെ ഇടയിൽ വരിക, അതിങ്ങനെ സംസാരിച്ചു പോകും. പിന്നെ പ്രത്യക്ഷമായിട്ട് തന്നെ ഏത് നേതാക്കന്മാരെ കണ്ടാലും പാച്ചയിൽ പറയും. അതിൽ ഒരു സംശയമില്ലാത്ത ആളാണ്. ശ്രീകുമാർ നേതാവാക്കുന്നൊക്കെ ഒരു ജാതി പട്ടയ്ക്കാണ്. അങ്ങനെ പടയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ വലിയ വിമർശകനാണ്, ഇവന് ഇതിലേക്ക് കൊണ്ടുവന്നാൽ നേരെയാകുമോ എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും അത്തരം ആളുകൾക്കൊന്നും അവസരം വരാത്തത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും കോംപ്രമൈസിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആരെ കണ്ടാലും തോന്നുന്നു, ആരെ കണ്ടാലും നിറയെ വെച്ച് വിമർശിക്കുന്നത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും ചെറ്റത്തരം ചെയ്താലും അവരോടും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാം എന്നുള്ള രീതിയിൽ അങ്ങനെ ആവാനായിട്ട് നിൽക്കുന്ന കലാകാരന്മാരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കലയ്ക്ക് അതിൻ്റെതൊരു പ്രാധാന്യമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഇടതുപക്ഷ പ്രസ്ഥാനത്തിനൊക്കെ കരുത്ത് പകർന്നിട്ടുള്ളത് KPCB-യാണ്. അതിൻ്റെ കലാകാരന്മാരൊക്കെ ഏത് രീതിയിലാണ് പിൽക്കാലത്ത് അവരൊക്കെ നമ്മൾ ഏറ്റെടുത്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഏതൊരു കലാകാരൻ്റെയും ചെറുപ്പം മുഴുവനും ഊട്ടിയെടുത്ത് വയസ്സാം കാലത്ത്
അവനെ കൊരണ്ട പോലെ തള്ളി നീക്കുന്ന ആ ഒരു രീതിയോട് എനിക്ക് വളരെ യോജിപ്പുണ്ട്. മാത്രമല്ല ഇപ്പോൾ തൃശ്ശൂർ സംഘടിപ്പിച്ചിട്ടുള്ള ബാബു മലയലിൻ്റെ അനുസ്മരണം അത് നമ്മുടെ ഒക്കെ സാന്നിധ്യം കൊണ്ട് ഗംഭീരമാക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ കലാകാരൻ ജീവിച്ചിരിക്കുമ്പോൾ പറ്റാത്തൊരു കാര്യം നമ്മളവരുടെ എന്താ പറയുക ആത്മാവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനെങ്കിലും ഒരു ശാന്തിക്കുന്നതിന് വേണ്ടി എൻ്റെ പിന്തുണയെ സന്ധ്യതയിലെത്തിക്കുന്നു. ബാബുവിൻ്റെ കാര്യം വീട്ടിൽ പോയി സന്ധ്യയിലേക്ക് 1.5 മണിക്കൂറിൽ സംസാരിക്കും. സന്ധ്യക്കാരെങ്കിൽ കർഷകരെ പിടിച്ചു ബാക്കി സന്ധ്യ തുടങ്ങാൻ സമാധാനിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. സന്ധ്യ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ചേട്ടനൊരു ആ രീതിയിൽ ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ ആരോഗ്യം ചെയ്തു സത്യ എന്ന കാര്യം കൊണ്ട് ചോദിച്ചു. എനിക്കത് വല്ലാണ്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെയാണ് ചക്കരക്കുട്ടി എന്ന ഭാഗത്ത് പ്രാർത്ഥനകളൊക്കെ പാടുമ്പോൾ നമ്മളൊപ്പം പോയി സന്ധ്യ പാടില്ല എന്നുണ്ടെങ്കിൽ അതിനൊപ്പം ഒരു എന്ത് കാര്യങ്ങളും കഴിക്കുന്നൊരു രീതിയാണ്. അപ്പം അങ്ങനെയൊക്കെ സാമ്പത്തികമായിട്ടാണ് ബാബു ഏറ്റവും തകർന്നു പോയത്. അത് മനസ്സിലാക്കാൻ നമ്മുടെ ആളുകൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തുടർന്നെങ്കിലും എനിക്ക് നമ്മളോടൊപ്പം പറയാനുള്ളത് നമ്മുടെ നാട്ടിലുള്ള ഇതുപോലുള്ള കലാകാരന്മാർ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തു പറയുക വീണ്ടും പോസേട്ടൻ ഒരു 1-2 അവാർഡുകൾ നാടൻ പാട്ടിരംഗത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഫിലിം മേഖലയിൽ പോലും ഏറ്റവും കറങ്ങി നിൽക്കുന്ന പല ആളുകളും ഉയരത്തിലേക്ക് എത്തേണ്ട ആളാണ് പോസേട്ടൻ. അവിടെയും പ്രശ്നം സാമ്പത്തികം തന്നെയാണ്. പോസേട്ടപ്പൊരു നല്ലൊരു സാമ്പത്തികമായിട്ട് അടിത്തറ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോസേട്ടനെ പൊക്കാൻ ഞാൻ അതൊക്കെ ഉണ്ടാവാം. അതൊക്കെ നമ്മുടെ ഇത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരുപാട് അക്കാദമികളുണ്ട് ഇല്ലേ? സാഹിത്യ അക്കാദമിയിൽ തന്നെ സാഹിത്യമായിട്ട് ബന്ധമില്ലാത്ത എത്രയോ ആളുകൾ അതിൻ്റെ ഉള്ളിൽ എടുക്കുന്നത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് പിടികിട്ടും. എത്ര ആളുകൾ ഇപ്പോ ഫോക്ലോർ അക്കാദമിയുടെ സെന്ററാണ് കണ്ണൂര്. ഈ ഫോക്ലോറായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ എത്രയോ ആളുകൾ അതിൻ്റെ ഉള്ളിൽ എടുക്കുന്നുണ്ട്. ഈ ഫോക്ലോർ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തില് ആദ്യമായിട്ട് നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് സാധനം രൂപീകരിച്ചത് മുഖം ഗ്രാമീണ നാടകവേദി ചേറ്റുപുഴയാണ്. പ്രേംപ്രസാദിന്റെ ജനനയന വരുന്നത് നാടകരംഗത്താണ്. പിൽക്കാലത്താണ് ജനനയന എന്നുള്ള പേര് പോലും ഞാനൊക്കെ അതിൽ പോയി അവതരിപ്പിക്കുന്ന സമയത്ത് ജനനയന എന്ന് പേര് കിട്ടിയ അത് നാടകങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നു. പിൽക്കാലത്താണ് അങ്ങനെ എന്തൊരു പേരിട്ടിട്ടാണ് അന്ന് തുടങ്ങിയിരുന്നത്. പിൽക്കാലത്താണ് ജനനയന എന്നുള്ള പേര് രൂപീകരിക്കുകയും നാടകവും നാടൻപാട്ടൊക്കെ ആയിട്ട് പോയിരുന്നത്. മുഖം ഗ്രാമീണ നാടകവേദി കണ്ണൂരൊക്കെ പോയിട്ട് നാടൻപാട്ട് അവതരിപ്പിച്ച് ഒരു സ്റ്റേജിൽ നിന്ന് പോന്നാൽ അപ്പൊ തന്നെ അവിടെ വെച്ചിട്ട് തന്നെ ഒരു 10 സ്റ്റേജ് ഞങ്ങൾക്ക് ഓർഡറാണ് അത് അവതരിപ്പിക്കാൻ. പക്ഷെ പറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയില്ലാത്ത കാരണം ഞങ്ങൾക്കന്ന് കേസറ്റ് ഇറക്കാൻ കഴിഞ്ഞില്ല. അന്ന് കേസറ്റ് ഇറക്കാൻ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു കലാസംഘവും മുഖം ഗ്രാമീണ നാടകവേദിയുടെ ഒപ്പില്ല. ഞങ്ങളുടെ പാട്ടുകളാണ് പലരും, ഞാൻ പേരെടുത്ത് പറയാം, CJ കുട്ടപ്പൻ സാർ അടക്കം ഞാൻ ഉറപ്പ് പറയുന്നു, ഞാൻ അതിൻ്റെ പാട്ടുകൾ വഴി ഞാനോട് പാടിത്തരാം. അത്തരം ഞങ്ങളുടെ മുഖം ഗ്രാമീണ നാടകവേദിയുടെ പാട്ട് കേട്ട് ആ പാട്ട് റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് പിൽക്കാലത്ത് കേട്ടിട്ടുണ്ട്. മുഖം ഗ്രാമീണ നാടകവേദി അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ പോയത് സാമ്പത്തികമായിട്ടുള്ള വലിയൊരു വീഴ്ച കൊണ്ടാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നുള്ളതല്ല. കലാകാരന്മാരെ ആണ് ഒരു നാടിൻ്റെ സ്വത്ത്. കലയുണ്ടെങ്കിൽ നാട്ടില് സമാധാനം ഉണ്ടാവുള്ളൂ, ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി നട്ടോട്ടം ഓടുമ്പോഴാണ് സകലവിധ കുഴപ്പങ്ങൾക്കും കാരണമുണ്ടാകുന്നത്. അപ്പോ ബാബു മലയെ കുറിച്ച് എനിക്ക് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും. പക്ഷെ ഞാനതൊന്നും ഈ വേദിയിൽ പറയുന്നില്ല. ഞങ്ങള് ഞാനവിടെ ചെന്ന് താമസാക്കുന്നത് 2018 അല്ല 2006
2006 തൊട്ട് ബാബുവായിട്ടുള്ള കണക്ഷൻ. 2008 ഞങ്ങളുടെ ചിന്തിര കലാസംഘം എന്നും പറഞ്ഞിട്ട് പാർട്ടിയുടെ കീഴിലൊരു കലാസംഘം ഉണ്ടാക്കി. ആ കലാസംഘം അതിൽ തിരുനാടകത്തിലെ മെയിൻ നടൻ ബാബു ഇരുന്നു, ഓട്ടംകുതിരിലത്തെ പ്രത്യേക ഞാനായിരുന്നു, ജയശ്രീ ആയിരുന്നു എടുത്ത ഗായിക, ഓട്ടംകുതിരി കളിച്ചിരുന്നവരുടെ കുട്ടിയായിരുന്നു. ഞങ്ങൾ എത്താത്ത മേഖലകളില്ല. അവിടുത്തെ പാട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അനിലേട്ടൻ്റെ നേതൃത്വത്തിൽ അരിമ്പൂർ വന്നിട്ട് ഞങ്ങളൊരു പരിപാടി അവതരിപ്പിക്കാൻ പറഞ്ഞു. അരിമ്പൂരിലൊരു 4 വാർഡിലെങ്കിലും നമ്മൾ അന്ന് വന്ന് പരിപാടികൾ അവതരിപ്പിച്ച് പോകുന്നുണ്ടായിരുന്നു. അതിലൊക്കെ ബാബുവാണ് അഭിനയിച്ചത്. അതൊക്കെ നമ്മൾ ചെയ്തു പോന്നിരുന്നു എന്നുള്ളതാണ്. ഇതൊന്നും സാമ്പത്തികമായിട്ടല്ല. അപ്പോൾ ബാബുവിനെ കുറിച്ച് ഇങ്ങനെ അനുസ്മരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കോൺസേർട്ടിലും ഞാനും ജയശ്രീയും നാടാട്ടുമുരളി അതുപോലെ തന്നെ ഉഷ ഞങ്ങളൊക്കെ അത്ര അടുത്ത് ബന്ധങ്ങളുണ്ടായിരുന്ന ആളുകളാണ്. ജയശ്രീ താമസിക്കുന്നതും മമ്മൂട്ടി അപ്പുറത്താണെന്നുണ്ടെങ്കിലും ആഴ്ചയിലൊരു ദിവസമെങ്കിലും ഞങ്ങൾ കാണാത്ത ദിവസങ്ങൾ ഉണ്ടാവാറില്ല. അത്രയും ഭയങ്കര മാനസികമായിട്ടുള്ള ബന്ധമാണ്. ജയശ്രീ പലപ്പോഴും ബാബു വളരെ രൂക്ഷമായിട്ട് ചീത്ത പറയാറുണ്ട്. പക്ഷെ ജയശ്രീക്ക് അതറിയാം ബാബു ചീത്ത പറയുന്നതിന് കാര്യമുണ്ടെന്നും ജയശ്രീക്ക് ബാബുവിൻ്റെ ചീത്ത അതൊരു മരുന്നാണെന്നൊക്കെ ജയശ്രീക്ക് അറിയാം. ജയശ്രീ എല്ലാ ബാബു അങ്ങനെ കോൺസേർട്ടോട് കൂടെ വാങ്ങുന്നത്. ഞാൻ തല്ലുകൂട്ടത്തിൻ്റെ അവസ്ഥ ഇതേവരെ ഉണ്ടായിട്ടില്ല.